അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാനേറെ സ്നേഹിക്കുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പള്ളിയിൽ ജുമുഅ അല്ലെങ്കിൽ മറ്റു ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഒരു സ്ത്രീക്ക് പോകാൻ അനുവാദമുണ്ടോ? അതിൽ ഇസ്ലാമിക മാനമെന്താണ്? ഈമാനുള്ള പെണ്ണുങ്ങൾ ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ പോകില്ല എന്ന ഒരു വാദവുമായിക്കൊണ്ട് നമ്മുടെ പേരോട് ഉസ്താദ് ഈ അടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. എന്താണ് ഇസ്ലാമിക നിലപാട്? ഒരു സ്ത്രീക്ക് ജുമുഅയ്ക്കും ജമാഅത്തിനും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുക എന്നത് അത് നിർബന്ധമുള്ള കാര്യമല്ല, അത് പുരുഷന്മാർക്കുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, റിജാലുൻ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാർക്കാണ് നിർബന്ധ ബാധ്യതയുള്ളത് പള്ളിയിൽ പോയി ജുമുഅയും ജമാഅത്തും നിസ്കരിക്കുക എന്നുള്ളത്. ആ ഭാഗം നമുക്ക് കേൾക്കാം. പള്ളിയിൽ നിസ്കരിക്കുന്നത് റിജാലുൻ, പുരുഷന്മാരാണ്. സ്ത്രീകളെ ജുമുഅ ജമാഅത്തിനു വേണ്ടി അല്ലാഹു തആല വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് വിളിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അള്ളാഹുവിന് അറിയാം. അള്ളാഹ് വലിയ കാരുണ്യമുള്ള രാജാവാ. അള്ളാഹു തആല അക്രമിയല്ല, അള്ളാഹു ബുദ്ധിമുട്ടിക്കുന്നവനല്ല. അതുകൊണ്ട് അള്ളാഹു തആല സ്ത്രീകളെ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അതാണ് ഖുർആൻ റിജാലും പുരുഷന്മാര് എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷന്മാർക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തായിക്കൊണ്ട് ജുമുഅ ജമാഅത്തുകൾക്ക് പങ്കെടുക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ കാര്യമല്ല. പണ്ഡിതന്മാർ അതിൻ്റെ ഹുക്കുമുകൾ പറയുമ്പോൾ, അതിൻ്റെ വിധി പറയുന്നത് കാണാൻ സാധിക്കും. ജുമുഅയ്ക്കോ ജമാഅത്തിനോ പള്ളിയിൽ വരുന്നതോ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കലോ നിർബന്ധമല്ല. അത് പള്ളിയിൽ മാത്രമല്ല, വീട്ടിലും ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമല്ല. വീട്ടിൽ അവർക്ക് നിസ്കരിക്കാം, പള്ളിയിലും നിസ്കരിക്കാം. അത് മുസ്തഹബാണ്, അത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന രൂപത്തിൽ, അനുവദനീയമായതാണ് എന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ അത് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. പക്ഷേ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാനേ പാടില്ല, ഈമാനുള്ള പെണ്ണുങ്ങൾ പള്ളിയിൽ പോവുകയില്ല എന്നതിനെ തെളിവ് പിടിച്ചുകൊണ്ട് വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന ഭാഗം, ഹദീസിൻ്റെ ഒരു ശകലം മാത്രം എടുത്തു വച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടും. പള്ളിയിൽ നിസ്കരിച്ചതിനേക്കാളും കൂടുതൽ പ്രതിഫലം അല്ല വീട്ടിൽ നിസ്കരിച്ചാൽ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് അവർക്ക് അങ്ങനെ ഓഫറാ. വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം, പള്ളിയിൽ വന്നാൽ പ്രതിഫലം പോകല, പ്രതിഫലം ഇല്ലാതാകല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഈമാനുള്ള പെണ്ണും പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് പോകില്ല. കേട്ടില്ലേ? അതുകൊണ്ട് ഒരൊറ്റ ഈമാനുള്ള പെണ്ണുങ്ങളും പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു വെക്കാൻ. എന്നാൽ ആ ഹദീസിൻ്റെ തുടക്കത്തിൽ എന്താ ഉള്ളത്? ഹദീസിൻ്റെ തുടക്കം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, അള്ളാഹുവിൻ്റെ അടിയാത്തികളെ, അതായത് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകുന്നത് നിങ്ങൾ തടയരുത് എന്നാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വബുയൂത്തുഹുന്ന ഖൈറുൻ ലഹുന്ന എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശം? വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഒരു പെണ്ണിന് നിർഭയത്വമുണ്ടെങ്കിൽ അവൾക്ക് പള്ളിയിൽ പോകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു പെണ്ണിന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൽ നിർഭയത്വമുണ്ട്, അമ്നുണ്ട് എങ്കിൽ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഈമാനുള്ള പെണ്ണുങ്ങൾ ഒരിക്കലും പള്ളി പോകില്ല എന്ന് എങ്ങനെ പറയാം? ഇനി ഈമാനുള്ള പെണ്ണുങ്ങൾ പള്ളിയിൽ പോകില്ല എന്ന് പറയുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, പത്നിമാർ, അവർ പള്ളിയിൽ പോയിട്ടുണ്ട്. അവർ ഈമാനുള്ള പെണ്ണുങ്ങളാണ്, നമ്മുടെ ഉമ്മഹാത്തുൽ മുക്മിനീങ്ങളാണ്, മുക്മിനാത്തുകളുടെ ഉമ്മമാരാണ് അവർ. ആ ഉമ്മമാർ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ വാദപ്രകാരം പ്രവാചകന്റെ പത്നിമാർക്ക് ഈമാനില്ല എന്നാണോ? സ്വഹാബത്തിൻ്റെ ഭാര്യമാർ പള്ളിയിൽ പോയിട്ടുണ്ട്. ഒരു സ്വഹാബി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെ വിവാഹം ചെയ്യുന്ന പെണ്ണ് പറയാണ്, എനിക്ക് പള്ളിയിൽ പോകാൻ അനുവാദം നൽകണം, പള്ളിയിൽ പോകൽ തടയരുത് എന്ന് പറഞ്ഞിട്ടാണ് വിവാഹത്തിലേക്ക് ഏർപ്പെടുന്നത്. ഈ രൂപത്തിൽ
സ്വഹാബത്തിനെയും പ്രവാചകന്റെ പത്നിമാരെയും എടുത്തു നോക്കുമ്പോൾ അവരൊക്കെയും പള്ളിയിൽ പോയതായിട്ടുള്ള ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഹദീസുകളിലെമ്പാടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചതായിക്കൊണ്ട് ചില ഹദീസ് ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ട് തന്നെയും അവരുടെ പള്ളിയിലേക്കുള്ള പോക്കും അതുമായി ബന്ധപ്പെട്ട ആദാബുകളും പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൻ്റെ അവസാനത്തെ 10 മുഴുവൻ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്ന് പറയുന്ന ഹദീസിൻ്റെ അവസാന ഭാഗങ്ങളിൽ ആ ഹദീസിൻ്റെ ബാക്കി സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പ്രവാചകന്റെ മരണശേഷം വഫാത്തിന് ശേഷം പ്രവാചക പത്നിമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അപ്പോൾ പ്രവാചകന്റെ പത്നിമാർ പ്രവാചകന്റെ വിടവാങ്ങലിന് ശേഷവും ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. മാത്രമല്ല പ്രവാചകന്റെ അധ്യാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത്തറ് തേച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് വരരുത് എന്ന നിർദ്ദേശം കൊടുക്കുന്നതിൻ്റെ ഒരു പൊരുളെന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? സ്ത്രീകൾ പള്ളിയിലേക്ക് വരുമായിരുന്നു എന്നാണ്. അത്തറ് തേച്ചുകൊണ്ട് വരരുതേ എന്ന നിർദ്ദേശമാണ് അവിടെ കൊടുക്കുന്നത്. മാത്രമല്ല ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനത് അഹദുക്കും ഇംറഅതുഹു ഇലൽ മസ്ജിദി ഫലാ തംനഅഹാ. പ്രവാചകൻ പറയാണ്, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ വാപ്പയുടെ അടുത്ത് പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കാതിരിക്കരുത്, തടയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകന്റെ സുബഹി നിസ്കാരം, പ്രവാചകന്റെ പള്ളിയിലെ സുബഹി നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സ്ത്രീകൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം പരക്കുന്നതിനു മുമ്പായിക്കൊണ്ട് അവരെ തിരിച്ചറിയുന്നതിനു മുമ്പായിക്കൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വേഗം പോകും എന്നാണ്. ഹദീസുകൾ എത്രയോ ഹദീസുകൾ തെളിവായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം, പേരോട് സഖാഫി പറഞ്ഞ പ്രകാരം പ്രവാചകന്റെ പത്നിമാരും അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ പത്നിമാരുമെല്ലാം സ്വഹാബ വനിതകൾ മുഴുവൻ അവർ ഈമാനില്ലാത്ത പെണ്ണുങ്ങളാണ് എന്നു പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അത് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകന്റെ പത്നിമാർ പോയിട്ടില്ല, പ്രവാചകന്റെ പത്നിമാർ ഒരിക്കൽ പോലും പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു വരുത്താൻ ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഒരു രാത്രിയോ പകലോ ഒരൊറ്റ ജമാഅത്തിനോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഒരു മക്കളും ഒരു പെൺമക്കളും പുറത്തു പോയിട്ടില്ല. അവരാണ് വലിയ ഈമാനുള്ള സ്ത്രീകൾ. ഈ ഒതായിലെ ഫാത്തിമ കുട്ടിയും അല്ലെങ്കിൽ ഒതായിലെ ഖദീജ കുട്ടിയൊന്നല്ല. ഈമാനുള്ള സ്ത്രീകള് അതേതെങ്കിലും മുജാഹിദ് പെണ്ണല്ല, അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാരും അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളുമാണ്. അവർ ജമാഅത്തിന് പോകാറില്ല. കണ്ട, ഈമാനുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുജാഹിദ് പെണ്ണൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഈമാനുള്ളത് ആരാണെന്ന് അദ്ദേഹം പറഞ്ഞുതരാൻ. ഈമാനുള്ളത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും സഹാബത്തിന്റെ പത്നിമാരുമൊക്കെയാണ്, സഹാബ വനിതമാരാണ്. അപ്പോൾ അവർ ഈമാനുള്ളവരാണെന്ന് സമ്മതിച്ചു അവസാനം. പക്ഷേ അവർ പള്ളിയിൽ പോയിട്ടില്ല എന്ന കളവ്, പച്ചയായ കളവ് ഇവിടെ ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്. പക്ഷേ എത്രയെത്ര ഹദീസുകളാണ് തെളിവുള്ളത്. ഇമാം ബുഖാരി റഹ്മഹുല്ല, ഇമാം മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ ആയിഷ റളിയല്ലാഹു അൻഹ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. എന്താ ഉദ്ധരിക്കുന്നത്? സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പ്രവാചകന്റെ പത്നിയാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാലും അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിരി മിൻ റമളാൻ, റമളാനിന്റെ ഏറ്റവും അവസാനത്തെ 10 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ ആയുസ് തീരുന്നതുവരെ, ആ പ്രവാചകനെ മരിപ്പിക്കുന്നതുവരെ പ്രവാചകൻ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. എന്നിട്ടോ ഹദീസിന്റെ ബാക്കി സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പ്രവാചകന്റെ വഫാത്തിന് ശേഷവും അവിടുത്തെ പത്നിമാർ, അസ്വാജുഹു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പത്നിമാർ ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. ഇഅ്തികാഫ് എവിടെയാ? പള്ളിയിലാണ്. പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇഅ്തികാഫ് ഇരുന്ന സ്വഹാബി വനിതകൾ, ഇഅ്തികാഫ് ഇരുന്ന പ്രവാചകന്റെ പത്നിമാർ, അവരൊക്കെ ഈമാനില്ലാത്തവരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് പേരോട് സഖാഫി പറഞ്ഞത് ശുദ്ധ നുണയാണ് എന്നത് ഇത്തരം ഹദീസുകളിൽ നിന്ന് ധാരാളം ഉദ്ധരിക്കാൻ ഹദീസുകൾ ബാക്കിയാണ്. എന്നിരുന്നാലും ഒരൊറ്റ തെളിവുകൾ മാത്രം മതി ഇസ്ലാമിന് അത് പ്രമാണമായി മാറാൻ എന്നത് തിരിച്ചറിയുക. പള്ളികളിൽ നിന്ന്
പെണ്ണുങ്ങളെ അകറ്റലല്ല വേണ്ടത്, അവർക്ക് അനുവാദം കൊടുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് നേരെ വിരുദ്ധമായ ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിസ്കരിക്കാനും അതുപോലുള്ള ഇബാദത്തുകൾ, ഇഅ്തികാഫ് പോലെയുള്ള ഇസ്ലാം പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ പള്ളിയിലേക്ക് വന്ന് കർമ്മങ്ങൾ ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല സ്ത്രീകൾക്ക്. എന്നാൽ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറഞ്ഞാൽ ഫിത്ന ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ സ്ത്രീകൾക്ക് നിർഭയത്വം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നിസ്കരിക്കാനും ഇബാദത്തുകൾ, അത് ഇസ്ലാം പഠിപ്പിച്ച ഇബാദത്തുകൾ ചെയ്യാൻ പള്ളിയിൽ വരാൻ പാടില്ല. ഉറൂസിനും ആണ്ടിനും നേർച്ചയ്ക്കും അതുപോലെ തന്നെ കബറാളിയോട് പ്രാർത്ഥിക്കാനുമൊക്കെ സ്ത്രീകൾക്ക് വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അവിടെ മാത്രമല്ല, ഇന്ന് നമ്മുടെ പള്ളികളൊക്കെ സ്ത്രീകൾ നിസ്കരിക്കാൻ വന്നാൽ മറയ്ക്കു പിന്നിലാണ് നിസ്കരിക്കുന്നത്. എന്നാൽ ജാറത്തിലും അതുപോലെ തന്നെ ഉറൂസിലും അത്തരം ആഘോഷങ്ങളെ വേളകളിലും ഇസ്ലാമിന് അന്യമായ ഇത്തരം ആചാര അനുഷ്ഠാന കർമ്മ മേഖലകളിൽ സ്ത്രീകൾ വരുമ്പോൾ അവിടെ ആണും പെണ്ണും മിക്സാണ്. അതുപോലെ അവിടെ യാതൊരു നിയന്ത്രണവുമില്ല, യാതൊരു നിലക്കുമുള്ള കണ്ടീഷനുകളുമില്ലാതെ അവിടെ ഇങ്ങനെ പള്ളിയിലേക്ക് ആളുകൾ വരികയാണ്. അവിടെ ഒരാളും ആ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നോ ഉറൂസിന് പങ്കെടുക്കാൻ പാടില്ല എന്നോ ഒന്നും സ്ത്രീകളെക്കുറിച്ച് മിണ്ടാറില്ല. കാരണം സ്ത്രീകളാണ് അധികവും ആ ഒരു മേഖലയിൽ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ തടഞ്ഞാൽ അവരുടെ ബിസിനസ് കുറയുമെന്നത് അറിയാം. നിസ്കരിക്കാൻ വരാൻ പാടില്ല, നിസ്കരിക്കാൻ മാത്രം പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് വരാൻ പാടില്ല. ബാക്കി എല്ലാ ആണ്ട് നേർച്ചയ്ക്കും അതുപോലെ തന്നെ കബറാളിയോട് പ്രാർത്ഥിക്കാനും നേർച്ച ചെയ്യാനും വഴിപാട് നടത്താനും ഉറൂസിൽ ആചരിക്കാനും എല്ലാ തോന്നിവാസങ്ങൾക്കും ഇത്തരം സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം. പക്ഷേ നിസ്കരിക്കാൻ മാത്രം അല്ലാഹ് പഠിപ്പിച്ച, പ്രവാചകൻ പഠിപ്പിച്ച ഇബാദത്തിന് മാത്രം പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് തടയുമ്പോൾ അതിൽ എന്തോ ദുരൂഹതയുണ്ട്, എന്തോ കൃത്യമായ പ്ലാൻ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയുക എന്നത് ഇസ്ലാമിന് അന്യമായതാണ് എന്നത് തിരിച്ചറിയുക. പേരോട് സഖാഫി അവർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.